യോഗാധ്യക്ഷൻ ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായ അരുൺകുമാർ സാർ, സമീർ മാസ്റ്റർ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് നമ്മുടെ ഈ എളിയ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രിയ ഗായികാനന്യ, സദസ്സിലെ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, പിഞ്ചു വിദ്യാർത്ഥികളെ, വളരെ അവിസ്മരണീയമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇന്നലെയും ഇന്നുമായി നമ്മുടെ സ്കൂൾ കടന്നു പോകുന്നത്. പേരാമ്പ്ര സബ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ LSS നേടിയ ഒരു സ്കൂൾ എന്ന നിലയിൽ ആദരണീയനായ MLA സാന്നിധ്യത്തിൽ ഇന്നലെ നമ്മളൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികളാരും കഴിവുകെട്ട കുട്ടികളല്ല. വളരെ ടാലൻറ്റഡായ, ബ്രില്യൻ്റായ കുട്ടികളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. നാളെ ആരായിത്തീരും എന്ന് പ്രവചിക്കാൻ വയ്യാത്ത അത്ര തരത്തിലുള്ളൊരു മാറ്റമാണ് നമ്മുടെ കുട്ടികളിൽ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ കഥ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. കോട്ടയം ജില്ലയിലെ വളരെ പാവപ്പെട്ട സാധാരണക്കാർ മാത്രം താമസിച്ചിരുന്നൊരു ഗ്രാമത്തിൽ കുട്ടൻ എന്നും ബാബു എന്നും പേരുള്ള 2 കുട്ടികൾ താമസിച്ചിരുന്നു. ഒരേ സ്കൂളിൽ പഠിച്ചിരുന്ന, ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ. ബാബു പഠിക്കുന്നതിൽ വളരെ മിടുക്കനും കുട്ടൻ പഠനത്തിൽ പിന്നോക്കവുമായിരുന്നു. കാരണം കുട്ടന് പഠിക്കാൻ പുസ്തകങ്ങളില്ലായിരുന്നു. ജീവിക്കാൻ ചുറ്റുപാടുകൾ വളരെ മോശമായിരുന്നു കുട്ടന്. എന്നാൽ ബാബു വളരെ പണക്കാരനായിരുന്നു. ഓരോ ദിവസവും ബാബു സ്കൂളിൽ വന്ന് തൻ്റെ വീടിൻ്റെ മനോഹാരിതയെക്കുറിച്ചും സൗകര്യങ്ങളെക്കുറിച്ചും വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കുട്ടൻ്റെ ഒരു ആഗ്രഹം തോന്നി, ബാബുവിൻ്റെ വീടൊന്ന് കാണണം. ഈ ആഗ്രഹം ബാബുവിനെ അറിയിച്ചു. എന്നാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ് നീയെന്നും എൻ്റെ വീട്ടിൽ കൊണ്ടുപോയാൽ എൻ്റെ മാതാപിതാക്കൾക്ക് അത് ഇഷ്ടമാവില്ലെന്നും പറഞ്ഞ ബാബു കുട്ടനോട് പറഞ്ഞു, അവരില്ലാത്ത ഒരു സമയത്ത് ഞാൻ നിന്നെ കൊണ്ടുപോകാം. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം മനോഹരമായ ആ ദിവസം വന്നെത്തി. ബാബുവിൻ്റെ വീട് കാണാൻ കുട്ടനും ബാബുവും പുറപ്പെട്ടു. ആ വീട്ടിലേക്ക് കയറി ചെന്ന കുട്ടന് അവിടെ മനോഹരമായ കമാനങ്ങളോട് കൂടിയ ഗേറ്റോ വർണ്ണശബളമായ പെയിൻറ്റിങ്ങുകളോ അതല്ലെങ്കിൽ അവിടുത്തെ ലൈറ്റ് സംവിധാനങ്ങളോ ഒന്നുമല്ല കുട്ടനെ ആകർഷിച്ചത്. ആ വീട്ടിലെ പട്ടിക്കൂടിൽ ഉണ്ടായിരുന്ന പട്ടിക്ക് കൊടുക്കുന്ന പാത്രത്തിലെ ഭക്ഷണമായിരുന്നു കുട്ടനെ വല്ലാതെ ആകർഷിച്ചത്. തൻ്റെ വീട്ടിലൊരു ഓണത്തിന് പോലും അത്തരത്തിലുള്ളൊരു ഭക്ഷണം താൻ കഴിച്ചിട്ടില്ലല്ലോ എന്ന ദുർവിധിയോർത്ത് കുട്ടൻ്റെ മനസ്സ് വല്ലാതെ തേങ്ങി. ആ വീട്ടിൽ നിന്നും വീടൊക്കെ കണ്ട് തിരിച്ചു പോരുമ്പോഴും കുട്ടൻ